ഞാൻ എൻ്റെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ പലരും എനിക്ക് കമൻറ്റ് ചെയ്തു അവർക്കും ഉണ്ടായിരുന്നു ബയോഗ്യാസ് പ്ലാന്റ് ഒന്നും സക്സസ് ആയില്ല എന്ന്. ഒരു പ്ലാന്റ് സക്സസ് ആകാതെ ഇരിക്കാനുള്ള കാരണങ്ങൾ പലതാകാം. കമ്പനിക്കാരും മെയിൻ്റനൻസ് ഫ്രീ എന്നും പറഞ്ഞു തരും. പക്ഷേ ഏതൊരു സാധനത്തിനും നമ്മളുടെ ഒരു നോട്ടം അത്യാവശ്യമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതായത് ഒരാൾ ആദ്യമേ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന ആ ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ. സോ നമ്മുടെ വീടും പരിസരവും ഏറ്റവും വൃത്തിയായിട്ടിരിക്കണം. ഇത് നമ്മുടെ ചാർലിയുടെ പുതപ്പാണേ. അവൻ കൂട്ടിക്കയറി, പക്ഷെ പുതപ്പ് ഇവിടെ ഇട്ടിട്ട് പോയി. എതിലേ പോയാലും ഇതുമായിട്ടാണ് പോകുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ എന്നും ചെയ്യും. അതിലൊന്നാണ് ഇത്, നമ്മുടെ മുറ്റം തൂത്തുവാരൽ. ഇത് മാറ്റി വെച്ചിട്ട് ഒരു കാര്യവും എനിക്കില്ല. അപ്പോൾ എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുറ്റം തൂത്ത് വൃത്തിയാക്കുക. അത് നമ്മുടെ ഒരു മസ്റ്റ് ഡു തിങ്ങായി മാറി. നമ്മുടെ പീസ് ലില്ലിയുടെ കുറച്ച് പൂക്കളിങ്ങനെ കരിഞ്ഞ് നിൽപ്പുണ്ട്. എന്നാ കൊച്ചിന് വേണോ? ഇത് വീണു, കളഞ്ഞേക്കാം. ജോക്കുട്ടിനും വന്നു എന്നെ സഹായിക്കാനായിട്ട്. ഇതാണ് ചാർലി സ്നേഹം. ഓഹ് എൻ്റെ ദൈവമേ, ഇത് എന്തൊരു സ്നേഹമാണ് ഇത്. എൻ്റെ തന്നെ ഇത് അമ്മയുടെ മോനാണോ? ആ, എൻ്റെ പറ്റിയ പാലുപൂച്ച. ഇതാണ് ചാർലിയുടെ കട്ടിൽ. കൂടെ ഞാൻ ഇത് പൊക്കി തൂക്കാറുണ്ട്. ഇന്ന് ഞാനിതൊന്ന് തൂക്കാൻ പോവുകയാണേ. അപ്പം കാണാം ഇവൻ്റെ മുടി എത്ര പൊഴിയുന്നെന്ന്. ഇത് പതുക്കെ ഞാനങ്ങ് പൊക്കും. അങ്ങനെ നമ്മുടെ ചാർലിയുടെ മുടിയും പൊഴിയും. ഇതാണ്ടേ ഇപ്പം തൂത്തെടുത്തപ്പോൾ കിട്ടിയ മുടിയാണ് ഇത്രയും. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തൂക്കാറുണ്ട്. അപ്പോൾ ഈ മുടി കൊഴിച്ചിലും അറിയാറുണ്ട്. ചാർലി ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇതാണ്ടേ മീനല്ലായിരുന്നോ? ഡാ, നീ എന്താ കഴിക്കാഞ്ഞേ? ഇതെന്താ കഴിക്കാഞ്ഞേ? വേണ്ട. ചാർലി എന്നെ പോലെയാ. പാലക്കാർക്ക് ഈ മീൻ അത്ര ഇഷ്ടമല്ല. ചാർലി തിരുവനന്തപുരംകാരനാണേലും വളർത്തിയത് ഞാനല്ലേ. ഇന്നലെ ചോറുണ്ടില്ലേലും ചാർലിയുടെ പാലും മുട്ടയും റെഡിയാണ്. എന്നും രാവിലെ ഇതാണ് ചാർലിയുടെ ബൂസ്റ്റ് എനർജി ഡ്രിങ്ക് ആണ്. വാടാ, നിന്റെ എനർജി ഡ്രിങ്ക് കുടിയടാ, വാ. എന്നാ കുഞ്ഞുവിൻ്റെ ഷീറ്റ് ഈ പാലും കുടിച്ച് കിടക്കെ ഉറങ്ങിക്കോ കേട്ടോ. രാത്രി മുഴുവൻ നടന്നതല്ലേ. ടാ. എൻ്റെ ചാർലി മോൻ ക്ഷീണമൊക്കെ മാറ്റി പാൽ കുടിക്കുന്നത് കണ്ടോ. ഞാൻ എൻ്റെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ പലരും എനിക്ക് കമൻറ്റ് ചെയ്തു അവർക്കും ഉണ്ടായിരുന്നു ബയോഗ്യാസ് പ്ലാന്റ് ഒന്നും സക്സസ് ആയില്ല എന്ന്. ഇത് നമ്മുടെ സ്ലറി നമ്മൾ കളക്ട് ചെയ്യുന്ന ബക്കറ്റാണ്. ഇത് കണ്ടോ, എന്നത്തേക്കാൾ കൂടുതലായിട്ട് സ്ലറി കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് നിൽക്കുക. ഇതിന് കാരണമുണ്ട്. ഈ ബയോഗ്യാസിൻ്റെ ഔട്ട്ലെറ്റിൽ എവിടെയെങ്കിലും ഇത് ബ്ലോക്കാണെങ്കിൽ നമ്മൾ ഒരു പ്രഷർ കൊടുത്ത് ഇത് പുഷ് ചെയ്യുമ്പോൾ ഈ വെള്ളം അകത്തെ ബ്ലോക്ക് മാറ്റി കംപ്ലീറ്റ് ഇങ്ങനെ വെളിയിലോട്ട് വരും. ഇത് ഞാൻ ഇന്നലെ അങ്ങനെ നമ്മുടെ റോസിട്ട് ക്ലിയർ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറേയേറെ കോരി മാറ്റിക്കളയണം. അതിനുശേഷം നമ്മൾ ഇന്നത്തെ കഴുകി ഒഴിക്കുള്ളൂ. ഇങ്ങനെ ഞാനിത് ബക്കറ്റ് കോരിയിട്ട് ഡ്രെയിനേജിൽ ഒഴിക്കും. കാരണം ഇതെല്ലാം കൂടെ നമുക്ക് പച്ചക്കറികൾക്ക് ഒഴിക്കാൻ പറ്റത്തില്ല. അതുമല്ല, നല്ലപോലെ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് ഒഴിക്കാനും പറ്റുള്ളൂ. ഇത് നമ്മൾ കൊണ്ടുപോയി ഡ്രെയിനേജിൽ ഒഴിച്ച് കളയുവാണ് ചെയ്യുക. ഈ വെള്ളം ഞാൻ ഒന്നിച്ചെടുത്തുകൊണ്ട് പോകില്ല. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈ മാത്രമാണല്ലോ. ഇത് ഒന്നിച്ചെടുത്തിട്ടേ വല്ല ഷോൾഡർ പെയിനോ ബാക്ക് പെയിനോ ഉണ്ടായാൽ അതും നമ്മൾ തന്നെ സൂക്ഷിക്കണ്ടേ. ഹെൽത്താണ് ഏറ്റവും നമ്മുടെ വെൽത്ത്. ഒരു സാധനവും മെയിൻ്റനൻസ് ഫ്രീ ഇല്ല. ഏതൊരു സാധനത്തിനും നമ്മളുടെ നോട്ടവും കെയറും അത്യാവശ്യം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ കഴിഞ്ഞ ഒറ്റ പ്രാവശ്യം എനിക്കിതുവരെ സ്റ്റക്കായുള്ളൂ. അന്ന് ഞാൻ അവരുടെ സർവീസിങ് ഏജൻസിയെ വിളിച്ചു. അവർ വന്ന് എന്താണ് ചെയ്തത് എന്ന് ഞാൻ കൂടെ നിന്ന് കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങി. അതിൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടേയില്ല. ഫസ്റ്റ് തിങ് നമ്മുടെ ഇൻപുട്ടാണ്. ഈ ഇൻപുട്ടിലേക്ക് ഇടുന്ന ഏതൊരു സാധനവും
വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നും ഇടരുത്. പിന്നെ എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചിട്ടാലും എന്തെങ്കിലും കാരണങ്ങൾ ആ സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റക്കാവുകയാണെങ്കിൽ അത് താഴേക്ക് പുഷ് ചെയ്ത് കളയാനായിട്ട് ഞാൻ ഇങ്ങനൊരു മെറ്റൽ വടി ഇവിടെ വെച്ചിട്ടുണ്ട്. മെറ്റൽ വെക്കണം, ഒടിയുന്ന യാതൊരു കമ്പും വെക്കരുത്, കാരണം ഒടിഞ്ഞ് ഇതിനകത്ത് പോയാൽ പിന്നെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാകും. ജസ്റ്റ് ഈ പൈപ്പിൻ്റെ അത്രയും ലെങ്ത് മാത്രമേ ഉള്ളൂ. ഒന്ന് പുഷ് ചെയ്ത് വിടുക. കൂടുതൽ ഒരു പ്രഷർ കൊടുത്ത് നമ്മൾ പുഷ് ചെയ്യുന്നില്ല, കാരണം ഈ പൈപ്പ് എങ്ങാനും പൊട്ടിയാൽ എന്ത് ചെയ്യും. സോ ഫസ്റ്റ് തിങ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. പിന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഈ ഔട്ട്പുട്ടാണ്. ഈ ഔട്ട്പുട്ടിൻ്റെ ഒരു കവറാണിത്, ഈ പ്ലാസ്റ്റിക് വൈറ്റ് സാധനം. നമ്മളിത് മാറ്റിയിട്ട് ഒരു പൈപ്പിട്ട് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന രീതിയിൽ ക്ലീൻ ചെയ്യും. ഒരു ഫ്ലെക്സിബിൾ ഓസാണ് ഞാൻ ഈ ഔട്ട്പുട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ഇതിട്ട് നമ്മൾ ഇതിൻ്റെ ഏരിയ ക്ലീൻ ചെയ്ത് കൊടുക്കും. എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമ്മുടെ വെള്ളം ഒഴിക്കുന്ന ഓസിൻ്റെ ഒരു പോർഷനാണ്, ഒരു കട്ട് പീസ്. ഇതിലേക്ക് ഇതിനെ ഞാനിങ്ങനെ കടത്തി വിടും. എന്നിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷന് പുഷ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും സാധനം അതിനകത്ത് സ്റ്റക്കാണെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങോട്ട് പോരും. ഇവിടെ ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഇതൊരു മസ്റ്റ് ഡു തിങ് തന്നെയാണ്. ഒരു ബയോഗ്യാസ് പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് അത്യാവശ്യമാണ്. ഇവിടെ ഇപ്പോൾ ഒന്നും സ്റ്റക്കായിട്ട് നിൽപ്പില്ല, അല്ലെങ്കിൽ ഇതിലേ കൂടെ ഇങ്ങനെ ചാടി വരും. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് വെക്കാൻ മറക്കരുത്. എഗെയിൻ നമ്മൾ ക്യാപ്പ് ഫിക്സ് ചെയ്ത് ഇവിടെ വയ്ക്കുന്നു. സോ ദ നെക്സ്റ്റ് ഇനിയുണ്ട് പണി. ഇതാണല്ലോ ഈ മൂവബിൾ ഡ്രം. ഇതാണ് നമ്മുടെ ഗ്യാസ് ഫില്ല് ചെയ്ത് കിടക്കുന്ന പോർഷൻ. ഡെയിലി നമ്മൾ വേസ്റ്റ് ഇതിനകത്തിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഇതിനെ ഒന്ന് കറക്കി വിടണം. ഇങ്ങനെ. അപ്പോൾ എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിൽപ്പുണ്ടെങ്കിൽ ആ കറക്കത്തിൽ അതെല്ലാം അങ്ങ് റിലീസായിക്കോളും. ഇങ്ങനെ ഒന്ന് കറക്കുക. ഇത്രയേ ഉള്ളൂ. ഡെയിലി ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സാധനം പോലും ഇതിനകത്ത് സ്റ്റക്കാവില്ല. ഇനി അടുത്തൊരു മെയിൻ്റനൻസ് പണി കൂടിയുണ്ട്. ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത് 5 ഇയേഴ്സിൽ കൂടുതൽ പഴക്കമുള്ള സാധനമാണ്. അപ്പം ഇതിനകത്ത് ഈ ഡ്രമ്മ് കിടന്ന് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ കാരണം ഇതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം സ്റ്റാഗ്നൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കൊതുക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒന്നെങ്കിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ പെട്രോൾ, ഇതിലേതെങ്കിലും ഒന്ന് കൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഈ വെള്ളത്തിലേക്ക്. ഇതിപ്പോൾ മണ്ണെണ്ണയാണ്. ഒന്നല്ലേ 2 പോർഷനിൽ നമ്മളിതിങ്ങനെ ഒഴിക്കും. എന്നിട്ട് ഒന്ന് കറക്കി വിടുക. അതിനുശേഷം നല്ല പോലെ ഒന്ന് കറക്കി വിടുക. അപ്പം കൊതുകിന് മുട്ടയിടാനോ കൊതുകിന് വന്നിരിക്കാനോ ഉള്ള ഒരു ഏരിയ നമ്മൾ ബ്ലോക്ക് ചെയ്യാണ്. സോ ഈ വെള്ളം സ്റ്റാഗ്നൻ്റ് ആണെങ്കിലും പിന്നെ കൊതുക് മുട്ടയോ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഈ കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നമില്ലാതെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ സാധനമാണിത്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഓരോ വീഡിയോകൾക്കും ഇത്. നമ്മുടെ കിച്ചൺ വേസ്റ്റ് മാനേജ്മെൻറ്റിനും വീട്ടിലെ ബാക്കി വരുന്ന വേസ്റ്റുകൾക്കും ഒരു കോഴി വളർത്തലിനും എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ബയോഗ്യാസ്. ഈ പ്ലാന്റ് ഇല്ലെങ്കിൽ എനിക്ക് കോഴി വളർത്താൻ പറ്റത്തേയില്ല. അതൊരു 100% ഷുവറായ കാര്യമാണ്. പിന്നെ ഇതിനകത്ത് യാതൊരു നാറ്റവും ഇല്ല. കോഴിക്കൂട്ടിൽ വീഴുന്ന കാഷ്ടം കഴുകി വീഴുമ്പോഴും ഇതിനകത്ത് വീഴുമ്പോഴും ഒന്നും ഒരു മണവും ഇല്ല. കാരണം ഡെയിലി നമ്മൾ കഴുകും. ഒരു പ്ലാന്റ് കുഴിച്ചിടാനുള്ള മണ്ണുണ്ടെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഇതിൽ കൂടുതൽ പറ്റിയ നല്ലൊരു സാധനമില്ല. ഏതൊരു വീടിനും അത്യാവശ്യം ഒരു പ്ലാന്റിനുള്ള സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ഉപയോഗിക്കാൻ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് പറ്റിയൊരു സംഭവമാണ്. വേസ്റ്റൊന്നും വെളിയിൽ കളയുകയില്ല, നമുക്കത് ഗ്യാസായിട്ട് തിരിച്ചുപയോഗിക്കുകയും ചെയ്യാം. ഒരു പ്ലാന്റ് വയ്ക്കാനുള്ള സ്ഥലമുണ്ടെങ്കിലേ നമ്മുടെ ടോട്ടൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇത് തന്നെ കഴിയും. ഇതിൽ കൂടുതൽ നല്ലൊരു സാധനമില്ല.